കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ടോ. ആകെ ഒരു പരവേശം. എന്താണോ വയ്യ. മനുഷ്യ എന്താ അങ്ങനെ ഇരിക്കണേ? ഇതാ വെള്ളം, ഈ വെള്ളം കുടിക്കാൻ. വയ്യടി, ഭയങ്കര ചങ്കിനൊക്കെ ഒരു ഭയങ്കര വിഷമം. നിന്റെ മുഖം എന്താ അങ്ങനെ വല്ലാതിരിക്കണേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ പാല്, ഞാൻ ഇപ്പൊ ചെന്നില്ലെങ്കിലേ പാല് മുഴുവൻ അടുപ്പി പോയേനെ. ഒന്നുമില്ല, എന്താ ചെയ്യ, കുട്ടികൾക്ക് പ്രായമായില്ലേ. എത്രയാന്നാ പറയുക, കേക്കണ്ടേ. പഴയ കാലാണെങ്കിൽ കുറച്ചൊക്കെ പേടി അച്ചടക്കം ഒതുക്കം ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളെ നമ്മൾ അതൊന്നും അവരെ അറിയിക്കാതെയല്ലേ വളർത്തിയത്. ലോൺ എടുത്തിട്ടും മാനം രക്ഷിക്കാനും ഒക്കെ ചെയ്തു. ഇപ്പൊ അവർക്ക് നമ്മളെ വേണ്ട. അവർക്ക് ആരെങ്കിലും ഒരാളെ കിട്ടിയ അത് മതി. ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? സാരമില്ലാന്നേ, അത് വിട്ടുകള. വെറുതെ ആലോചിച്ചിരുന്നിട്ട് എന്തൊട്ടിനാ ഇല്ലാത്ത രോഗം വരുത്തണേ? വരുന്നിടത്ത് വെച്ച് കാണാം. വിട്ട് കളയാൻ പറ്റുമോ? നമ്മുടെ മക്കളായി പോയില്ലേ. വിട്ട് കളയാൻ വാക്കുകൊണ്ടൊക്കെ കളയാം, പക്ഷെ നമുക്കത് ഉള്ളും കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു കാര്യം അവരെ വഴക്ക് പറയൊന്നും വേണ്ട. ഇപ്പൊ കാണിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സ്നേഹം അവർക്ക് കൊടുക്ക്. എന്നിട്ട് അവരുടെ ഉള്ളൊന്ന് മനസ്സിലാക്ക്. വഴക്ക് പറയണ്ട, പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. ടി വി ചാനലൊക്കെ തുറന്ന ഇതൊക്കെ തന്നെയല്ലേ അവർ കാണുന്നത്. കുറേയൊക്കെ നമ്മുടെ കയ്യിലും തെറ്റുണ്ട്. കുറച്ചൊക്കെ നമ്മൾ നിയന്ത്രിക്കണമായിരുന്നു. മക്കളാന്ന് പറഞ്ഞ് എല്ലാം നമ്മൾ കണ്ണടച്ചു. ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴേ നമ്മളും പഠിക്കും. നീ കരയണ്ട. നീ അത് കഴിഞ്ഞ ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്ക്. ഞാൻ നോക്കട്ടെ. ഞാൻ പോയി നമുക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, അയാളെ കണ്ടിട്ട് ഒന്ന് ബോധിപ്പിക്കട്ടെ. അയാളാണെങ്കിൽ നല്ലൊരു ഉപദേശവും തരും. കുറച്ചു കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരും. നീ കരയണ്ടടി, ഒക്കെ ശരിയാവും. ആ ഷർട്ട് എടുത്തിട്ട് എന്നിട്ട് വന്ന് കിടക്കാം. കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ വിഷമം മാറും. എനിക്ക് നീ എന്നെ വിഷമം പറഞ്ഞിട്ട് നീ എന്തിനാ കരയണം?